ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 14-ാം തീയതി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ആദ്യത്തെ അറിയിപ്പ്, ഇന്ന് റേഷൻ കട അവധിയാണ്. മഹാനവമി പൊതു അവധി ആയതിനാലാണ് ഇന്ന് റേഷൻ കടകൾ പ്രവർത്തിക്കാത്തത്. അതുകൊണ്ട് ഇന്ന് ആരും റേഷൻ കടയിൽ പോവേണ്ടതില്ല. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലുണ്ടായ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിത കുടുംബങ്ങൾക്ക് നിലവിലുള്ള ധനസഹായങ്ങൾക്ക് പുറമെ സമാശ്വാസം ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മരിച്ചയാളെ ആശ്രയിച്ച് കഴിയുന്ന BPL കുടുംബങ്ങൾക്കാണ് ധനസഹായം ലഭിക്കുക. ക്ഷേമനിധി പെൻഷനുകളും മറ്റു പെൻഷനുകളും ലഭിക്കുന്ന ആശ്രിതർക്കും ഈ ഒരു പണം ലഭിക്കുന്നതാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഇത് സംബന്ധിച്ച വാർത്തയിൽ നമ്മൾ പറഞ്ഞിരുന്നത്, ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്ന മറ്റ് ധനസഹായങ്ങൾ ലഭിക്കുന്നവർക്ക് ഇതിന് അപേക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. പക്ഷേ ഏതു വിധത്തിലുള്ള പെൻഷനുകൾ ലഭിക്കുന്ന ആളുകൾക്കും BPL കുടുംബങ്ങളാണെങ്കിൽ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മരിച്ച വ്യക്തി സംസ്ഥാനത്തിൻ്റെ അകത്തോ പുറത്തോ രാജ്യത്തിന് പുറത്തോ മരിച്ചതായാൽ പോലും കുടുംബങ്ങൾ സംസ്ഥാനത്ത് സ്ഥിര താമസക്കാരാണെങ്കിൽ ആനുകൂല്യം നൽകും. BPL വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ നിശ്ചയിക്കുമ്പോൾ മരിച്ച ആളുകളുടെ വരുമാനം ഒഴിവാക്കും. ഒറ്റ പേജിൽ ലളിതമായ ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ ആശ്രിതർക്ക് കഴിയണം. ഇതിന് ആവശ്യമായ തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാരെയും റവന്യൂ അധികാരികളെയും ചുമതലപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. അപേക്ഷിച്ച് പരമാവധി 30 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ആനുകൂല്യം ലഭ്യമാക്കണം. ആശ്രിത കുടുംബങ്ങളിൽ സർക്കാർ ജീവനക്കാരോ ആദായ നികുതി അടയ്ക്കുന്നവരോ ഇല്ലെന്ന് വില്ലേജ് ഓഫീസർമാർ ഉറപ്പുവരുത്തും. അപേക്ഷ തീർപ്പാക്കുന്നതിന് അപേക്ഷകരെ ഓഫീസിൽ വിളിച്ചു വരുത്തുന്ന സ്ഥിതി ഉണ്ടാവരുത്. പ്രതിമാസം 5000 രൂപ വീതം ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ ആയി ആദ്യം സമാശ്വാസം ലഭിക്കുന്ന മാസം തുടർച്ചയായ 3 വർഷത്തേക്കാണ് സമാശ്വാസം ലഭിക്കുക. ഇതിനായി അടുത്ത ബജറ്റിൽ തുക വകയിരുത്തുന്നതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക കണ്ടെത്താനാണ് തീരുമാനം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്ക് 50,000 രൂപ ലഭിക്കുന്നതിന് പുറമെയാണ് ഈ ഒരു സഹായം ലഭിക്കുക. BPL കുടുംബങ്ങൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കി വെക്കുക. അർഹമായ ആളുകളെല്ലാം അപേക്ഷ സമർപ്പിക്കുക. പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക്.